ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ അച്ഛൻ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കൈരളി ഹെറിറ്റേജിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് രാവിലെ പോയി വൈകുന്നേരം ഇറങ്ങുന്ന രീതിയിൽ ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ കളിച്ചിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പിറന്നാൾ ഇവിടെ നിന്നായിരുന്നു അന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെയുള്ള പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരായി ഓരോന്നിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പം തന്നെ. അപ്പോൾ ഇത് ഞങ്ങളെ പെറ്റമ്മയാണ് കേട്ടോ, അതായത് അച്ഛൻ്റെ അമ്മയാണ്. പിന്നെ ഇത് അച്ഛനും മോനും കൂടി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കളിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. സീസോ ആണോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇവിടെ ഇതാ ഒരു തോട്ടിൻ്റെ കരയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പുഴയാണ്, ഇവിടെ ചെറിയൊരു തോട് പോലെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ എന്തോ സ്റ്റേജ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവരെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പനും മക്കളും കൂടി വീണ്ടും നടക്കാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് റൂമൊക്കെ വരുന്നത്. ഒരുപാട് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അന്ന് ജസ്റ്റ് കയറി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും വന്ന വഴിയെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇത്രയും നേരം നടന്ന ക്ഷീണം തീർക്കാൻ എല്ലാവരും വേഗം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റൂമൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ തൈരും അച്ചാറും കൂടാതെ ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എത്തിയത്. ഇവർക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് വെയിലൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലാക്കി അച്ഛനും അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന പരിപാടി, റീൽസ് ഷൂട്ടിംഗ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അമ്മേൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പനും മക്കളും കൂടിയുള്ള ഒരു വീഡിയോയും കൂടി ഞങ്ങളങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഓർമ്മിക്കാനൊക്കെ ഇതൊക്കെയല്ലേ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അച്ഛൻ 1-2 മാസത്തെ ലീവിനാണ് നാട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോകും. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്. അപ്പോൾ ഓർമ്മിക്കാൻ ഒരു നല്ല ദിനവും കൂടി ഞങ്ങൾക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.